വെറും 99 രൂപയ്ക്കൊരു ലേറ്റസ്റ്റ് ടെക്നോളജിയിലുള്ള നെക്ക് ബാൻഡ് ഞാൻ നമ്മുടെ ഷോർട്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ കമ്മ്യൂണിറ്റി ടാബിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. കൂടാതെ ടെലിഗ്രാം ഗ്രൂപ്പിലൊക്കെ തന്നെ ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. വേറൊന്നുമല്ല, ഞാൻ പറഞ്ഞു വരുന്നത് പീട്രോണിന്റെ ടാൻജന്റ് അർബനെ കുറിച്ചിട്ടാണ്. അവരുടെ ഫസ്റ്റ് ഒരു 100 പേർക്ക് ഇത് വെറും 99 രൂപയ്ക്ക് കൊടുക്കുമായിരുന്നു. ഞാൻ ആക്ച്വലി 11:45 മുതൽ ട്രൈ ചെയ്തതാണ്. 12 മണി ആയി, എന്താ പറയുക, ഒരു 10 സെക്കൻഡ് അതിന് മുമ്പേ എന്താ പറയുക, കാർട്ട് കൊടുക്കാൻ പറ്റിയില്ല. അതിന് മുന്നേ സാധനം സോൾഡ് ഔട്ട് ആയി പോയെന്നുള്ളതാണ്. ഇനി അത് ഉള്ളതായിരുന്നോ ഇല്ലയോ എന്നുള്ളതൊക്കെ നമുക്ക് കിട്ടിയ ആൾക്കാരാരെങ്കിലും പറയുന്നെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ആ ഒരു പ്രോഡക്റ്റ് അങ്ങനെ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോയുടെ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. കാരണം കുറേ പേര് ആ ഒരു ഷോർട്സിലും അതുപോലെ തന്നെ കമ്മ്യൂണിറ്റി ടാബിലും ഒക്കെ തന്നെ വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്കും കിട്ടില്ല എന്നുള്ളത്. എനിക്കും എന്തായാലും കിട്ടിയില്ല ആ സാധനം. പക്ഷേ ഞാനത് 799 രൂപ കൊടുത്ത് വാങ്ങിച്ചിട്ട് ഇപ്പം എൻ്റെ കയ്യിലിരിപ്പുണ്ട്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത് പീട്രോണിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ടാൻജന്റ് അർബന്റെ കുറച്ച് വിശേഷങ്ങളാണ്. ഈ ഒരു വീഡിയോ പൂർണ്ണമായും കാണുന്നതിലൂടെ നമ്മളിത് വാങ്ങിച്ചാൽ വർത്ത് ബൈങ് ആകുമോ അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഈ ഒരു പ്രോഡക്റ്റിന് സവിശേഷതകളെന്ന് മനസ്സിലാകുന്നതാണ്. വീഡിയോയിലെ കിടക്കുന്നത് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ കൺസിഡർ ചെയ്യக்கூടാതെ. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഫാമിലിയായിട്ടും ഫ്രണ്ട്സുമായിട്ടും ജസ്റ്റ് ഷെയർ ചെയ്ത് ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതാണ് നമ്മുടെ ബോക്സ് എന്ന് പറയുന്നത്. ഏറ്റവും മുന്നിലായിട്ട് ടാൻജന്റ് അർബനും പ്രോഡക്റ്റിന്റെ ഫോട്ടോയും കാണാം. കുറച്ച് കാര്യങ്ങൾ ഹൈലൈറ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്, മുന്നിലും പിന്നിലും ഒക്കെ തന്നെ ഉണ്ട്. അതൊക്കെ നമ്മൾ വീഡിയോയിൽ പൂർണ്ണമായും പറഞ്ഞിട്ടുണ്ട്, ഇപ്പം അങ്ങോട്ട് പറയുന്നില്ല. മന്ത് ആൻഡ് ഇയർ ഓഫ് മാനുഫാക്ചർഡ് ഇവിടെ ഇരിക്കുന്നത് 5/2022 ആണ്. എന്നാൽ ഇവിടെ ഇമ്പോർട്ട് ചെയ്തിരിക്കുന്നത് എന്നാണെന്ന് തന്നെ കൊടുത്തിട്ടില്ല. കൺട്രി ഓഫ് ഒറിജിൻ എന്ന് പറയുന്നത് ചൈനയാണ്. മാക്സിമം റീറ്റെയിൽ പ്രൈസ് എന്ന് പറയുന്നത് ഇവിടെ എഴുതിയിരിക്കുന്നത് 2599 രൂപയാണ്. എന്നാൽ നമുക്കിത് കിട്ടുന്നത് ആക്ച്വലി 799 രൂപയ്ക്കാണ്. അതിപ്പോൾ ഈ ഒരു ഓഫർ റേറ്റിൽ ഇതല്ലെങ്കിൽ പോലും എനിക്ക് തോന്നുന്നത് 990 രൂപന് മുകളിൽ ഈ ഒരു പ്രോഡക്റ്റിന്റെ വില പോകാൻ ചാൻസസ് ഇല്ല. സ്പെക്ക് വെച്ച് നോക്കുമ്പോഴത്തേക്ക് ആക്ച്വലി 1000 രൂപയ്ക്കുള്ളിൽ നമുക്ക് ഇപ്പോൾ വാങ്ങിക്കാൻ സാധിക്കുന്നതിൽ ഏറ്റവും ബെറ്റർ പ്രോഡക്റ്റ് തന്നെയാണ്. എന്തായാലും ഇതിന്റെ മ്യൂസിക് ക്വാളിറ്റി അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളൊക്കെ നോക്കിയതിന് ശേഷം ഞാൻ ബാക്കി പറയാം. 3 കളേഴ്സിലാണ് ഇത് അവൈലബിൾ ആകുന്നത്. എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇരിക്കുന്ന ബ്ലൂ ആണ്, ഇതല്ലാണ്ട് ബ്ലാക്ക്, ഗ്രീൻ, ഏതാണെങ്കിലും 799 രൂപ തന്നെയാണ്. അപ്പോൾ ഓപ്പൺ ചെയ്ത് വരുമ്പോഴത്തേക്ക് ഇതേ നമ്മുടെ നെക്ക് ബാൻഡ് വളരെ കൂതറായിട്ട് ഇവിടെ ഇരിപ്പുണ്ട്. എന്താ പറയുക, അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഡിസ്ലൊക്കേറ്റഡ് ആയിട്ടിരിക്കുവാണ്. അതൊന്ന് മാറ്റുമ്പോഴത്തേക്ക് ഇതേ അതിൻ്റെ കൂടെ നമുക്ക് കിട്ടുന്നത് ഒരു ടൈപ്പ് സി കേബിളും അതുപോലെ തന്നെ ഒരു വാറണ്ടി രജിസ്ട്രേഷൻ എന്താ പറയുക QR കോഡും ഒക്കെയാണ്. അതേപോലെ തന്നെ 2 ഡിഫറെൻറ്റ് സൈസിലുള്ള ഇയർ ടിപ്സുകളും ഉണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ നെക്ക് ബാൻഡ് എന്ന് പറയുന്നത്. അത്യാവശ്യം ക്വാളിറ്റി ഉള്ള ഒരു നെക്ക് ബാൻഡ് തന്നെയാണ്. ഫിസിക്കലി നമ്മൾ ജസ്റ്റ് നോക്കുവാണെങ്കിൽ നമ്മുടെ ബോട്ട് റോക്കേഴ്സ് 255 Pro Plus ഉണ്ടല്ലോ, അതിൻ്റെ ഒരു ഡിസൈനാണ്. അതായത് നമ്മുടെ ഈ ഒരു കേബിളിൻ്റെ കൂടെ ആണ് നമ്മുടെ ഇൻലൈൻ കൺട്രോൾ പാനൽ എന്നൊക്കെ പറയുന്നത്. ഫിസിക്കലി ജസ്റ്റ് നോക്കുവാണെങ്കിൽ വളരെ മനോഹരമായിട്ടുള്ളൊരു ഡിസൈനും കൂടാതെ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ. ബിൽ ക്വാളിറ്റിയൊക്കെ ഉണ്ട്, അങ്ങനെ കുറ്റം പറയാൻ പറ്റത്തില്ല. പ്രത്യേകിച്ച് ഇവരുടെ പീട്രോണിൻ്റെ മറ്റുള്ള പ്രോഡക്റ്റുകൾ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും. അതൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട്. ഏറ്റവും മുകളിലായിട്ടൊരു സോഫ്റ്റ് സിലിക്കൺ മെറ്റീരിയൽ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന ഒരു ഭാഗമാണ്. തൊട്ട് താഴെയായിട്ട് കാണാൻ സാധിക്കുന്ന കമ്പാർട്ട്മെന്റ്സ് എന്ന് പറയുന്നത് മെറ്റൽ ബോഡിയാണ്. അവിടെ നമുക്ക് എന്താ പറയുക, അത്യാവശ്യം നല്ല ക്വാളിറ്റി തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. പീട്രോണിന്റെ ലോഗോ ഉണ്ട് ഒരിടത്ത്, മറ്റൊരു സ്ഥലത്ത് ഒന്നുമില്ല, ജസ്റ്റ് ഒരു പ്ലെയിൻ മാത്രമാണ്. ഡിസൈൻ അവിടെയും ആ കമ്പാർട്ട്മെന്റ്സിന്റെ ഡിസൈനും ഒക്കെ നല്ല രസമുണ്ട് കാണാനായിട്ട്. താഴേക്ക് വരുമ്പോഴത്തേക്ക് ഒരു സൈഡ് എന്ന് പറയുന്നത് ആക്ച്വലി ഇത്തിരി നല്ല കട്ടിയുള്ള വയറാണ്. അവിടെയാണ് ആക്ച്വലി നമ്മുടെ കൺട്രോൾ പാനൽസ് എന്ന് പറയുന്നത്. മറ്റൊരു സൈഡിൽ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം ഓക്കെ നോർമൽ നമ്മുടെ കേബിൾസ് ഒക്കെ ഉണ്ടല്ലോ, അതിന്റെ പോലത്തെ കേബിളാണ് ഡ്രൈവേഴ്സുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നത്. റൈറ്റ് സൈഡിലാണ് ആക്ച്വലി നമുക്ക് ഈ ഒരു കൺട്രോൾ പാനൽസ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ നോക്കുകയാണെങ്കിൽ നടുക്കായിട്ടൊരു MFB ഉണ്ട്, അതുപോലെ തന്നെ മുകളിലായിട്ടൊരു ഡൗൺ ബട്ടണും കൂടാതെ താഴെയായിട്ടൊരു പ്ലസ് ബട്ടണും കാണാം. കൂടാതെ അതിന് നടുക്കായിട്ടൊരു LED ഇൻഡിക്കേറ്റർ കാണാം. സൈഡിൽ ഒരു ടൈപ്പ് സി പോർട്ടും ഒക്കെ ഉണ്ട്. കൂടാതെ ഏറ്റവും പുറകിൽ മൈക്കും ഒക്കെ കാണാൻ സാധിക്കും. ഇനി ഡ്രൈവേഴ്സിലേക്ക് വരുവാണെങ്കിൽ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളൊരു ഡ്രൈവേഴ്സ് തന്നെയാണ്, നല്ല ഡിസൈനും ഒക്കെ തന്നെയാണ്. ചെറിയ ഡ്രൈവറാണ് ആക്ച്വലി ഇവിടെ കാണാൻ സാധിക്കുന്നത്, ബൾക്കി അല്ല. 10mm ഡൈനാമിക് ഡ്രൈവേഴ്സോട് കൂടിയിട്ടാണ് ഈ 2 ഇയർബഡുകൾ നമുക്ക് ലഭ്യമാകുന്നത്. പിന്നെ മാഗ്നറ്റിക് ഉണ്ട്. എനിക്ക് തോന്നുന്നു ഓട്ടോ ഓഫ് ഓണൊന്നും ആവത്തില്ല, പക്ഷേ നമുക്ക് ഇതുപോലെ ഒട്ടിച്ചൊക്കെ വെക്കാൻ സാധിക്കുന്ന രീതിക്കുള്ളതാണ്. ഇനി ഇതിന്റെ ബാറ്ററി സൈഡ് നോക്കുവാണെങ്കിൽ 400 mAh ബാറ്ററി കപ്പാസിറ്റിയോടാണ് ഈ ഒരു നെക്ക് ബാൻഡ് ലഭ്യമാകുക. 400 mAh നിന്ന് നമുക്ക് 60 മണിക്കൂറാണ് ടോട്ടൽ പ്ലേ ടൈം കമ്പനി അവകാശപ്പെടുന്നത്. കൂടാതെ നമ്മൾ ജസ്റ്റ് ഒരു 10 മിനിറ്റ് ചാർജ് കഴിഞ്ഞാൽ 4 മണിക്കൂറും കമ്പനി ആ ഒരു ഫാസ്റ്റ് ചാർജിങ് ടെക്നോളജി ഉള്ളതെന്ന് പറയുന്നുണ്ട്. എന്നാൽ ഇവിടെ നമുക്ക് ബോക്സിൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ട് കമ്പനി റെക്കമെൻഡ് ചെയ്യുന്ന ചാർജിങ് ഇൻപുട്ട് എന്ന് പറയുന്നത് 5V ആണ്. 5 watts ആണ് കമ്പനി റെക്കമെൻഡ് ചെയ്യുന്നത്. എന്നാൽ ഇത് ടൈപ്പ് സി പോർട്ട് ആയതുകൊണ്ട് തന്നെ നമുക്കൊരു 10 watt വരെ ചാർജ് ചെയ്താൽ അങ്ങനെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ ചാൻസസ് ഇല്ലാന്ന് തോന്നുന്നു. പിന്നെ അടിച്ച് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ അവർ പറയും ഇതുപോലെ വോൾട്ടേജിന്റെ പ്രശ്നം വന്നിട്ട് പണിയായതാണ്, അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇത് വാറണ്ടി ക്ലെയിം ചെയ്യാൻ പറ്റില്ലെന്നൊക്കെ ചിലപ്പോൾ പറയാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ 5 watts ഉണ്ടെങ്കിൽ അതിൽ മാക്സിമം ചാർജ് ചെയ്യുക. ഇനി അത് നിങ്ങളുടെ അഡാപ്റ്റർ ഇല്ലാന്നുണ്ടെങ്കിൽ ലാപ്ടോപ്പിലോ പവർ ബാങ്ക് ഉണ്ടെങ്കിൽ അതിലൊക്കെ ചാർജ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ഫിസിക്കലി ഒരു പ്രോഡക്റ്റിനെ കുറിച്ച് പറയാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ എന്ന് പറയുന്നത്. ബ്ലൂടൂത്ത് വേർഷൻ എന്ന് പറയുന്നത് 5.3ഉം അതുപോലെ തന്നെ ബ്ലൂടൂത്ത് റേഞ്ച് എന്ന് പറയുന്നത് 10 മീറ്ററുമാണ്. കൂടാതെ IPX4ന്റെ ഒരു വാട്ടർ ആൻഡ് സെറ്റ് പ്രൊട്ടക്ഷൻ ഉള്ളതുകൊണ്ട് അത്യാവശ്യം ഡ്രസ്സിലെങ്കിലും അല്ലെങ്കിൽ വർക്കൗട്ടൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഈ ഒരു പ്രോഡക്റ്റ് യൂസ് ചെയ്താൽ അങ്ങനെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ ചാൻസസ് ഇല്ല. ഇതിനകത്ത് ആ ഒരു ബ്ലൂടൂത്ത് വേർഷൻ 5.3 തന്നെയാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നമുക്ക് എടുത്ത് പറയേണ്ട ഒരു ഹൈലൈറ്റ് ആയിട്ടുള്ള ഒരു കാര്യങ്ങളിൽ ഒന്നെന്ന് പറയുന്നത്. കൂടാതെ ഇതിനകത്ത് ലോ ലേറ്റൻസി മോഡുണ്ട്. ഇവർ പറയുന്നത് ആപ്സെൻസ് ഗെയിമിംഗ് ടെക്നോളജി എന്നാണ്. 50 ms ലോ ലേറ്റൻസി ആണ്.
നിങ്ങളതുകൊണ്ട് തന്നെ ഗെയിം കളിക്കുമ്പോൾ പ്രത്യേകിച്ച് PUBG ഒക്കെ കളിക്കുവാണെങ്കിൽ ഒരു ലാഗും ഇല്ലാണ്ട് ഒരു ഡിലേ ഇല്ലാണ്ട് നിങ്ങൾക്ക് കളിക്കാൻ സാധിക്കും എന്നുള്ളതും ഈ ഒരു നെക്ക് ബാൻഡ് വളരെ വളരെ നല്ലൊരു സവിശേഷത തന്നെയാണ്. ഞാൻ കളിച്ചൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു, അത്യാവശ്യം പെർഫെക്റ്റ് ആയിട്ട് കളിക്കാൻ പറ്റുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഒരു പ്രോ പ്ലെയർ ആണെങ്കിൽ പോലും പിന്നെ ചെറിയ മൈന്യൂട്ട് ആയിട്ടുള്ള ഇഷ്യൂസ് എവിടെയെങ്കിലും കാണാൻ സാധിക്കുന്നുണ്ടാവും, പക്ഷേ അങ്ങനെയൊന്നും എനിക്ക് എന്തായാലും ഫീൽ ചെയ്തിട്ടില്ലായിരുന്നു. ഇതിനകത്ത് എടുത്ത് പറയുന്ന മറ്റൊരു കാര്യം ബ്ലൂടൂത്ത് വേർഷൻ 5.3 തന്നെയാണ്. അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ ലോ ലേറ്റൻസി മോഡ് ഓൺ ആക്കാണ്ട് പോലും നമുക്ക് യൂട്യൂബിലെ വീഡിയോസ് അല്ലെങ്കിൽ മറ്റുള്ള വീഡിയോ പ്ലെയേഴ്സിൽ ഇട്ടിട്ട് വീഡിയോയിൽ കാണുമ്പോഴത്തേക്കും ലേറ്റൻസി ഇല്ല. ഇപ്പോൾ ബോട്ടിന്റെ കാര്യത്തിലൊക്കെ പറയുവാണെങ്കിൽ ലോ ലേറ്റൻസി ഉള്ളൊരു മോഡലാണെങ്കിൽ അത് നമ്മൾ ലോ ലേറ്റൻസി ഓൺ ആക്കിയാലേ ഈവൻ യൂട്യൂബ് പോലും കാണാൻ പറ്റുള്ളൂ. പക്ഷേ ഇവിടെ ആ ഒരു ഇഷ്യൂ ഇല്ല. ഈ ഒരു ഗെയിം കളിക്കുന്ന സമയത്ത് മാത്രം നിങ്ങൾ വേണമെങ്കിൽ ഈ ഒരു ലോ ലേറ്റൻസി മോഡ് ഓൺ ആക്കിയാൽ മതി. ഇതിനകത്ത് പറയണത് മൂവി ആൻഡ് ഗെയിമിംഗ് മോഡെന്നാണ് ഇവർ പറയണത് തന്നെ. മൂവി ആൻഡ് ഗെയിം അല്ലെങ്കിൽ ഗെയിമിംഗ് മോഡ് മൂവി ഓൺ അല്ലെങ്കിൽ ഓഫ് എന്നൊക്കെയാണ് ഇങ്ങനെ പറയുന്നത്. ഈ ഒരു MFBയിൽ നമ്മൾ ട്രിപ്പിൾ ടാപ്പ് ചെയ്യുമ്പോഴാണ് ഈ ഒരു ഗെയിമിംഗ് മോഡ് അല്ലെങ്കിൽ മൂവി മോഡൊക്കെ ഓൺ ആവുന്നത്. കൂടാതെ ട്രിപ്പിൾ ടാപ്പ് ചെയ്യുമ്പോഴത്തേക്ക് അത് ഓഫ് ആവുകയും ചെയ്യും. ഇനി മറ്റുള്ള ബേസിക് ടച്ച് കൺട്രോൾസിനെ കുറിച്ച് ബട്ടൺ കൺട്രോൾസിനെ കുറിച്ച് പറയുവാണെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒരു 1 ടാപ്പിൽ MFB അതായത് നടുക്കുള്ള ബട്ടണിൽ നമ്മൾ ടാപ്പ് ചെയ്യുവാണെങ്കിൽ കോൾ എടുക്കാനും കോൾ കട്ട് ചെയ്യാനും മ്യൂസിക് പ്ലേ ചെയ്യാനും പോസ് ചെയ്യാനും സാധിക്കും. അതുപോലെ തന്നെ ഡബിൾ ടാപ്പ് ചെയ്യുവാണെങ്കിൽ നമ്മൾ റീസെന്റ് ആയിട്ട് ആരാണോ വിളിച്ചിരിക്കുന്നത് അവരിലേക്ക് കോൾ റീഡയറക്റ്റ് ആവുന്നതാണ്. ഇനി പ്ലസ് ബട്ടണിൽ നമ്മൾ ജസ്റ്റ് ഒരു 1 ടാപ്പ് ചെയ്യണമെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ വോളിയം അപ്പ് ആവും. ടാപ്പ് ചെയ്ത് ഹോൾഡ് ചെയ്യുവാണെങ്കിൽ നെക്സ്റ്റ് ട്രാക്കിലേക്കും, മൈനസ് ബട്ടണിൽ നമ്മൾ ടാപ്പ് ചെയ്യുവാണെങ്കിൽ വോളിയം ഡൗൺ ആവും. കൂടാതെ ടാപ്പ് ചെയ്ത് ഹോൾഡ് ചെയ്യുവാണെങ്കിൽ പ്രീവിയസ് ട്രാക്കിലേക്കും പോകും. കൂടാതെ ടച്ച് ആൻഡ് ഹോൾഡ് ചെയ്യുവാണെങ്കിൽ ഗൂഗിൾ അസിസ്റ്റൻസ് അല്ലെങ്കിൽ സിറി വർക്ക്ഔട്ട് ആവുന്നതാണ്. അപ്പോൾ ഇതൊക്കെയാണ് ബേസിക് ആയിട്ട് പറയാൻ പറ്റുന്ന കുറച്ച് ബട്ടൺ കൺട്രോൾസ് എന്ന് പറയുന്നത്. ഇനി വെയറിംഗ് കംഫർട്ടിനെ കുറിച്ച് പറയുവാണെങ്കിൽ വളരെ കംഫർട്ടബിൾ ആയിട്ട്, പ്രത്യേകിച്ച് ഈ ഒരു ചെറിയ ഇയർബഡുകൾ ആയതുകൊണ്ട് തന്നെ ചെറിയ ചെവികളുള്ള ആൾക്കാർക്ക് പോലും ഇത് വളരെ കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കുന്നതാണ്. കുറേ കുട്ടികൾ, അതായത് 15 വയസ്സും അല്ലെങ്കിൽ 13 വയസ്സൊക്കെ ഉള്ള കുട്ടികൾ പറയാറുണ്ട് നെക്ക് ബാൻഡിന്റെ ചെവിയിൽ എൻ്റെ ഇരിക്കുന്നില്ല എന്നുള്ളത്. എന്നാൽ ഇവിടെ ഈ ഒരു സംഭവം, അതായത് നമ്മുടെ Ptron ടാൻജന്റ് അർബൻ നമ്മുടെ ചെവിയിൽ ചെറിയ ചെവികളുള്ള ആൾക്കാർക്കും വളരെ കംഫർട്ടബിൾ ആയിട്ട് അങ്ങോട്ട് ഇരിക്കുന്നുള്ളതിൽ യാതൊരു സംശയമില്ല. പാസീവ് നോയ്സ് ക്യാൻസലേഷൻ ഒക്കെ തന്നെ നല്ല രീതിക്ക് തന്നെ വർക്ക്ഔട്ട് ആവുന്നുണ്ട്. അതിലും വേറെ ഒരു പ്രശ്നമില്ല കേട്ടോ. ENC വിത്ത് മൈക്ക് ആണ് ആക്ച്വലി നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. എന്തായാലും നമുക്ക് ആ ഒരു മൈക്ക് ക്വാളിറ്റി ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് ബാക്കി കാര്യങ്ങൾ നോക്കാം. ഇപ്പോൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് Ptron ടാൻജന്റ് അർബനിൽ നിന്നും ലഭ്യമാകുന്ന ആ ഒരു മൈക്ക് ക്വാളിറ്റിയാണ്. ഞാൻ നോർമലിയാണ് സംസാരിക്കുന്നത്. ഫാൻ അത്യാവശ്യം നല്ല സൗണ്ടോട് കൂടിയിട്ട് കറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇൻഡോറിനകത്തുള്ള മൈക്ക് ക്വാളിറ്റി എങ്ങനെയുണ്ട്? ENC അതായത് എൻവയോൺമെന്റൽ നോയ്സ് ക്യാൻസലേഷൻ ഒക്കെ തന്നെ നല്ല രീതിക്ക് വർക്ക്ഔട്ട് ആവുന്നുണ്ടോ? എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്? അത് ഉറപ്പായിട്ടും ഈ ഒരു വീഡിയോയുടെ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. ഇനി മ്യൂസിക് ക്വാളിറ്റിയുടെ കാര്യം വരുവാണെങ്കിൽ അവരുടെ ഈ ഒരു ബ്രൗഷറിലും അല്ലെങ്കിൽ അവരുടെ ആമസോണിലും ഒക്കെ മെൻഷൻ ചെയ്തിരുന്നത് ഇതിനകത്ത് SBC AAC പ്ലസ് 20 ബാൻഡ് EQ കൺട്രോൾ ഉണ്ടെന്നുള്ളതാണ്. പക്ഷേ ഞാനിവിടെ AAC കോഡൊക്കെ ഒന്നും തന്നെ കണ്ടില്ല. SBC മാത്രമാണ് എനിക്ക് കാണാൻ സാധിച്ചത്. കൂടാതെ ഈ ഒരു 20 പ്ലസ് EQ ബാൻഡ് മോഡ്സ് എങ്ങനെയാണ് നമുക്ക് കൺട്രോൾ ചെയ്യുന്നതെന്ന് ഒന്നും തന്നെ എവിടെയും തന്നെ അവരുടെ യൂസർ ഗൈഡിൽ പോലും മെൻഷൻ ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ആ ഒരു സംഭവം സത്യം പറഞ്ഞാൽ ഡ്രോബാക്ക് ആണ്. 100% നിങ്ങളൊരു പാട്ട് കേൾക്കുവാണെങ്കിൽ നല്ല രീതിക്ക് പതർച്ചയുണ്ട്. പിന്നെ ഇവരുടെ ട്രൂ സോണിക് ബേസ് ബൂസ്റ്റ് ടെക്നോളജി ഉണ്ടെന്നൊക്കെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. പക്ഷേ അതൊക്കെ ഒരു 60 അല്ലെങ്കിൽ മാക്സിമം ഒരു 60-70% നമ്മൾ കേൾക്കുമ്പോഴാണ് ആ ഒരു ബേസ് ഒക്കെ നല്ല രീതിക്ക് നമുക്ക് കിട്ടുന്നത്. കൂടാതെ പാട്ട് പോലും നമുക്ക് അത്യാവശ്യം നല്ല രീതിക്ക് എൻജോയ് ചെയ്യണമെങ്കിൽ നിങ്ങൾ ഇതുപോലെ ഒരു 50% അല്ലെങ്കിൽ 70% കേട്ടാൽ മാത്രമേ, മാക്സിമം 70 അല്ലെങ്കിൽ കൂടുതൽ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെ പതർച്ച അനുഭവപ്പെടാനായിട്ട് ചാൻസസ് വളരെ കൂടുതലാണ്. എനിക്ക് എന്തായാലും അത് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ മ്യൂസിക് ക്വാളിറ്റിയുടെ കാര്യത്തിൽ ഇത്തിക്കൂടി എന്താ പറയുക ബെറ്റർ ആക്കേണ്ടിയിരിക്കുന്നു. ഇതുപോലെ എന്താ പറയുക 100% പിന്നെ ഈ ഒരു AAC ഇല്ലാത്തതിന്റെ പ്രശ്നമാണ് ഇതുപോലെ പതർച്ച എന്ന് പറയുന്നത്. അതർവൈസ് നമുക്ക് ഈ ഒരു പ്രോഡക്റ്റ് പ്രത്യേകിച്ച് ഗെയിമിങ്ങിനാണ് നിങ്ങൾ നോക്കുന്നെങ്കിൽ ഉറപ്പായിട്ടും ഈ ഒരു പ്രോഡക്റ്റ് വാങ്ങിയത് ഒരു കുഴപ്പമില്ല കേട്ടോ. ഒരു 50% അല്ലെങ്കിൽ 40% പോലും നമുക്ക് PUBG ഒക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് കളിക്കാൻ പറ്റുന്നുണ്ട്. ഞാനിപ്പോൾ 50% കേട്ടപ്പോഴത്തേക്ക് എനിക്ക് ചെറിയൊരു അരോചകത്വം പോലെ ഫീൽ ചെയ്തു ഞാൻ ട്രിഗർ ചെയ്തപ്പോഴത്തേക്ക്. അപ്പോൾ ഒരു 40% ഒക്കെ ആക്ച്വലി എന്താ പറയുക നിങ്ങൾ ഒറ്റയ്ക്ക് ഒരു ക്ലോസ്ഡ് ആയിട്ടുള്ള റൂമിലാണെങ്കിൽ നിങ്ങൾക്ക് അത് മതി, ഇനഫ് ആണ് 40% ഒക്കെ. അതുകൊണ്ട് തന്നെ ഈ ഒരു 60 hours നമുക്ക് ടോട്ടൽ പ്ലേ ടൈം ലഭ്യമാകുമെന്നൊക്കെ പറഞ്ഞത് ഓൾമോസ്റ്റ് അതൊക്കെ തന്നെ കിട്ടാനും ചാൻസസ് ഉണ്ട്. ഒരു വർഷം നമുക്ക് ഇതിന് വാറന്റി ഉണ്ട് കേട്ടോ. പിന്നെ വാറന്റിയുടെ കാര്യത്തിൽ നിന്നും നമുക്ക് ഒരിക്കലും കൂടുതൽ ഇതിനെക്കുറിച്ച് പറയാൻ പറ്റില്ല. പ്രത്യേകിച്ച് ഈ ഒരു Ptron ബ്രാൻഡ് കുറേ പേര് ഡ്രോബാക്ക് ഒക്കെ പറയുന്നുണ്ട് ഈ ഒരു വാറന്റിയുടെ കാര്യങ്ങൾ. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ബേസിക് ആയിട്ട് ഈ ഒരു പ്രോഡക്റ്റിനെ കുറിച്ച് പറയാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ എന്ന് പറഞ്ഞത്. അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റ് നമ്മൾ വാങ്ങിച്ചാൽ വർത്ത് ബൈയിങ് ആകുമോ ഇല്ലയോ എന്ന് നിങ്ങൾ എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും പറയുന്നത് നിങ്ങളൊരു ഗെയിമിംഗ് നെക്ക് ബാൻഡ് ആണ് നോക്കുന്നെങ്കിൽ, നിങ്ങളുടെ പ്രയോറിറ്റി എന്ന് പറയുന്നത് ഗെയിമിംഗ് ആണെങ്കിൽ ഉറപ്പായിട്ടും കണ്ണും കൂട്ടി വാങ്ങിക്കാവുന്നതിൽ വേറെ ഒരു സംശയവും ഇല്ല കേട്ടോ. കാരണം എനിക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് ഈ ഒരു ലേറ്റൻസി ഒന്നും ഇല്ലാണ്ട് തന്നെ പ്രത്യേകിച്ച് ഗെയിം മോഡ് ട്രിപ്പിൾ ടാപ്പ് ചെയ്ത് ഗെയിം മോഡ് ഓൺ ആക്കിയപ്പോഴത്തേക്ക് കിട്ടി എന്നുള്ളതാണ്. പിന്നെ മ്യൂസിക് ആണ് നിങ്ങളുടെ പ്രയോറിറ്റി എങ്കിൽ ഒരു 50-60 അല്ലെങ്കിൽ മാക്സിമം 70% കേൾക്കാൻ
കേൾക്കാൻ നിങ്ങൾക്ക് മതിയെങ്കിൽ ഉറപ്പായിട്ടും ഒരു പ്രോഡക്റ്റ് പോകാം. 100% നമ്മൾ പാട്ട് കേട്ടാൽ ഭയങ്കര പ്രശ്നമുണ്ട്. എൻഹാൻസ്ഡ് ആയിട്ടുള്ള ഒരു ഔട്ട്പുട്ട് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആണ്. പക്ഷേ ഇതുപോലെ പതർച്ചകൾ പല പാട്ടുകളിലും അനുഭവിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ബേസ് ഒക്കെ ഉള്ള പാട്ടാണെങ്കിൽ നല്ല രീതിക്ക് പതർച്ച അനുഭവപ്പെടുന്നുണ്ട്. പിന്നെ മൈക്ക് ക്വാളിറ്റി നിങ്ങൾ കേട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ പർപ്പസ് കോളിംഗ് പർപ്പസ് ആണെങ്കിൽ നിങ്ങൾക്ക് അത് പോവാം. ഇനി ഈ ഒരു മൈക്ക് ക്വാളിറ്റി അതുപോലെ തന്നെ ഗെയിമിംഗ് ലേറ്റൻസി ഒക്കെ വെച്ചിട്ട് മറ്റൊരു വീഡിയോ വേണമെങ്കിൽ ഉറപ്പായിട്ടും ഈ ഒരു പ്രോഡക്റ്റിന്റെ കമന്റായിട്ട് രേഖപ്പെടുത്തി കഴിഞ്ഞാൽ ഞാൻ ഉറപ്പായിട്ടും ആ ഒരു വീഡിയോ അടുത്ത് തന്നെ ചെയ്യുന്നതാണ്. എന്തായാലും ഈ ഒരു വീഡിയോയിലൂടെ Ptron ടാൻജന്റ് അർബനെ കുറിച്ചിട്ടുള്ള ഏകദേശ ധാരണ നിങ്ങൾക്ക് ലഭ്യമായല്ലോ. 799 ഉറപ്പായിട്ടും ഈ ഒരു പ്രോഡക്റ്റ് വർത്ത് തന്നെയാണ് കേട്ടോ. അതിൽ വേറെ ഒരു സംശയമില്ല. അത് ഫിസിക്കലി ആണെങ്കിലും അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾ നോക്കുവാണെങ്കിലും. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഇത്ര മാത്രമായിരുന്നു എനിക്ക് നിങ്ങളോട് ഷെയർ ചെയ്യേണ്ടത്. വീഡിയോ ഇഷ്ടപ്പെടുന്നത് നമ്മുടെ ഫാമിലിയായിട്ടും ഫ്രണ്ട്സോടെ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യുക. കൂടുതൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കണ്ട. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ കാണുമ്പോഴേക്കും ബൈ.